ദേവണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് പ്രതിഷേധ മാർച്ച് നടക്കും തുടങ്ങിയ വിവരങ്ങൾ കൂടി വരികയാണ്. ഇനി സിബി ജോസഫിലേക്കാണ്. സിബി, അപ്പോൾ ഉഷ ജോസഫ് ഇന്നിപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വണ്ടാനത്തേക്കില്ല, ഭയമാണെന്ന് തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. അമൃതയിലാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. അതേസമയം കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി മകനടക്കം പറയുന്നു. ഇനി എന്തൊക്കെ നടപടികൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം? ജിൽസി, ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് ഉഷ ജോസഫിന്റെ ചികിത്സയ്ക്കായി എത്തിച്ചത്. ഇന്നിപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സർജറി ഇന്ന് ചെയ്യാൻ കഴിയുമെന്ന് പറയാറായിട്ടില്ല. കാരണം ഒന്നുകിൽ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആകാം. ഇന്നിപ്പോൾ CT സ്കാനിന് വേണ്ടി പ്രവേശിപ്പിക്കുകയാണ്. അതിനുശേഷം ഈ എവിടെയാണ് ഈ കത്രിക ഉള്ളത്, അതിന്റെ സ്ഥാനം അടക്കമില്ലാതിനെയും പരിശോധിച്ച ശേഷമായിരിക്കും ഇന്നോ നാളെയോ ശസ്ത്രക്രിയ എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ നിലവിൽ ഇപ്പോൾ ഗാസ്ട്രോ വിഭാഗത്തിൽ ഉഷയെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വാർഡിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരോഗ്യനില തൃപ്തികരമെന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ മകൻ ഷിബിൻ ഇന്ന് രാവിലെ മാധ്യമവുമായി സംസാരിച്ചിരുന്നു. ഷിബിൻ വ്യക്തമാക്കിയത് വളരെ കുറേ നാളായി അമ്മയ്ക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ ഹോസ്പിറ്റലിൽ പോവുകയും പിന്നീട് സ്കാൻ വഴി വയറ്റിൽ കത്രികയുണ്ട് എന്ന് മനസ്സിലാക്കിയത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്, പാവപ്പെട്ടവർ ആശ്രയിക്കുന്നത്